ഹലോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ തെർമോഡൈനാമിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ആ തെർമോഡൈനാമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പോയിന്റുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ഒരു വീഡിയോയിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുടെ കൂടിയുണ്ട്. ഈ തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചുകൂടെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ അതുകൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്കിന്ന് ചെയ്യാനുള്ളത് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഹീറ്റ് കപ്പാസിറ്റി, ഇസ് എ കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഹീറ്റ് കപ്പാസിറ്റി പലതരത്തിലുണ്ട്. അതിലേറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വസ്തു, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു, ആ സപ്ലൈ ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് ജനറലി പറയുന്നത്. സോ അതെന്താണ് എന്നൊന്ന് ഞാൻ മനസ്സിലാക്കി തരാം. നോക്ക്, സപ്പോസ് എൻ്റെ കയ്യിലൊരു ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇങ്ങനൊരു ഒബ്ജക്റ്റ് ഞാൻ എടുക്കുന്നു. ഈ ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ T ആയിരുന്നു എന്ന് വിചാരിക്കൂ. അപ്പൊ നമുക്കറിയാം, ഈ ഒബ്ജക്റ്റിന്റെ ടെമ്പറേച്ചർ ഇനി ഉയർത്തണമെങ്കിൽ നിങ്ങൾ പുറമേ നിന്ന് ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവ് ഡെൽറ്റ ക്യൂ ആണ് എന്ന് വിചാരിക്കുക. ഡെൽറ്റ ക്യൂ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്തപ്പോൾ ഈ ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ T പ്ലസ് ഡെൽറ്റ T ആയിട്ട് ഉയർന്നു എന്ന് വിചാരിക്കൂ. അപ്പൊ ഇനീഷ്യലി T എന്ന ടെമ്പറേച്ചർ ആണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഡെൽറ്റ ക്യൂ ഹീറ്റ് സപ്ലൈ ചെയ്തപ്പോൾ പുതിയ ടെമ്പറേച്ചർ T പ്ലസ് ഡെൽറ്റ T ആയിട്ട് മാറി. അപ്പോൾ അഡീഷണൽ ആയിട്ട് എൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ് എന്ന് ചോദിച്ചാൽ, യു ക്യാൻ സേ ഇറ്റ് വിൽ ബി ഡെൽറ്റ T. ഈ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത് എത്ര ഹീറ്റ് ആണ്, ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സേ ഹീറ്റ് കപ്പാസിറ്റി S ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ T എന്ന് എഴുതാം. Heat capacity S is equal to delta Q by delta T. So delta Q is the quantity of heat supplied to raise the temperature from T to T plus delta T. Okay, so we give a temperature of delta Q to raise the we give a heat energy delta Q to raise the temperature from T plus delta T. Okay, suppose here delta T is equal to 1 degree Celsius or 1 degree Kelvin. അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 1 കെൽവിനോ ആണ് എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് പറയാം ഹീറ്റ് കപ്പാസിറ്റി S is equal to ഡെൽറ്റ ക്യൂ. കാരണം ഡെൽറ്റ T 1 ആണെങ്കിൽ S എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ആണ്. അപ്പൊ നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്ത് ഡിഫൈൻ ചെയ്യാം? ഒരു ഒബ്ജക്റ്റിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 1 ഡിഗ്രി കെൽവിനോ ആയി ഉയർത്താൻ ആവശ്യമായ ഹീറ്റ് എനർജിക്ക് തുല്യമായിരിക്കും അതിന്റെ ഹീറ്റ് കപ്പാസിറ്റി. ഡെഫിനിഷൻ മനസ്സിലായോ? ഒരു വസ്തുവിന്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിന് തുല്യമായിരിക്കും. കണ്ടോ, ഇപ്പൊ ഇവിടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എത്ര ഹീറ്റ് കൊടുക്കണമോ ആ ഹീറ്റിന് തുല്യമായിരിക്കും ആ വസ്തുവിന്റെ ഹീറ്റ് കപ്പാസിറ്റി. ഇതാണ് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡെഫിനിഷൻ. സോ ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 ഡിഗ്രി കെൽവിൻ. ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസോ 1 ഡിഗ്രി കെൽവിനോ ആയി ഉയർത്താൻ ആവശ്യമായ ഹീറ്റ് എനർജിയാണ് ആ വസ്തുവിന്റെ ഹീറ്റ് കപ്പാസിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് യു ക്യാൻ സേ വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും എന്ന് നോക്കാം. നമുക്കറിയാം ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്. സോ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ജൂൾ പെർ കെൽവിൻ, ദാറ്റ് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ ഒരു വസ്തുവിന്റെ ഹീറ്റ് കപ്പാസിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഒബിയസ്ലി എടുക്കുന്ന വസ്തുവിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പറയാം ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിന്റെ ഹീറ്റ് കപ്പാസിറ്റി എടുത്ത വസ്തുവിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. 2, നേച്ചർ ഓഫ് ദ ഒബ്ജക്റ്റ്.
നേച്ചർ ഓഫ് ദ ഒബ്ജക്റ്റ്. എല്ലാ വസ്തുക്കൾക്കും ഒരേ ഹീറ്റ് കപ്പാസിറ്റി ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. വസ്തുക്കളുടെ സ്വഭാവം മാറുന്നതിനനുസരിച്ച്, വെള്ളത്തിനുള്ള ഹീറ്റ് കപ്പാസിറ്റി അല്ല ഇരുമ്പിനുള്ളത്. അപ്പോൾ ഓരോ വസ്തുക്കളുടെയും സ്വഭാവം മാറുന്നതിനനുസരിച്ച് ഹീറ്റ് കപ്പാസിറ്റിയുടെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഫൈൻ. പിന്നെ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി. ആ ബോഡിയുടെ ടെമ്പറേച്ചർ, ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ ഹീറ്റ് കപ്പാസിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പുതിയ അഡീഷണൽ ടേമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്തത് പറയുന്നതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ ബോഡി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റ് കപ്പാസിറ്റി തന്നെ, പക്ഷെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഞാൻ ഹീറ്റ് കപ്പാസിറ്റി ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് വസ്തുവിൻ്റെ മാസ് സ്പെസിഫൈ ചെയ്തിരുന്നില്ല. അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്താൻ വേണ്ട ഹീറ്റിൻ്റെ അളവാണ് ഹീറ്റ് കപ്പാസിറ്റി. ഇതിന് പകരം നമ്മൾ എടുത്തിരിക്കുന്ന വസ്തുവിൻ്റെ മാസ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ, ആ ഹീറ്റ് കപ്പാസിറ്റിയെയാണ്, അതായത് പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മാസ് സബ്സ്റ്റൻസിൻ്റെ ഹീറ്റ് ഉയർത്താൻ, ടെമ്പറേച്ചർ ഉയർത്താൻ എത്ര ഹീറ്റ് വേണം. വ്യത്യാസം മനസ്സിലാക്കുക. ഹീറ്റ് കപ്പാസിറ്റി പറയുന്ന സമയത്ത് നമ്മൾ വസ്തുവിൻ്റെ മാസിനെ കുറിച്ച് സംസാരിച്ചിരുന്നില്ല. പക്ഷെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറയുമ്പോൾ വസ്തുവിൻ്റെ മാസ് എന്താണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെ പറയാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, കണ്ടോ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതിനെ സ്മോൾ ലെറ്റർ എസ് എന്ന സിമ്പൽ വെച്ചിട്ടാണ് നമ്മൾ സിംപലൈസ് ചെയ്യുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 ഡിഗ്രി കെൽവിൻ. അതായത് യൂണിറ്റ് മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസിന്റെ, നേരത്തെ സബ്സ്റ്റൻസിന്റെ മാസ് നമ്മൾ പറഞ്ഞില്ല, ഇവിടെ യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം, അങ്ങനെ യൂണിറ്റ് മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ എത്ര ഹീറ്റ് എനർജി വേണോ ആ ഹീറ്റ് എനർജിയെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ആക്ച്വലി ഹീറ്റ് കപ്പാസിറ്റി പെർ മാസ്. എന്ന് വെച്ചാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു ഡെൽറ്റ ടി. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ ആ ഡെഫിനേഷൻ ഒന്ന് പറയാം. മാസിന്റെ വാല്യൂ യൂണിറ്റ് മാസ് ആണ് 1 കിലോഗ്രാം. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 1 ഡിഗ്രി കെൽവിൻ ഓർ 1 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എമ്മിന് 1 കൊടുത്തു, ഡെൽറ്റ ടിക്ക് 1 കൊടുത്താൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ എന്ന് കിട്ടും. അപ്പോ ഒന്നുകൂടെ ഞാൻ പറയാം. 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ 1 കെൽവിനായിട്ട് ഉയർത്താൻ നിങ്ങൾക്ക് വേണ്ട ഹീറ്റ് എനർജിയാണ് ഡെൽറ്റ ക്യൂ. അപ്പൊ നമുക്ക് പറയാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒരു വസ്തുവിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കെൽവിനായിട്ട് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജിക്ക് തുല്യമായിരിക്കും. Specific heat capacity of a substance is the quantity of heat required to increase the temperature of unit mass of substance through 1 Kelvin. അപ്പോൾ ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേറൊരു ഐഡിയ കൂടെ പറയാൻ പറ്റും. എസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള എം മാസുള്ള ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ആയിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡെൽറ്റ ക്യൂ ഹീറ്റ് നിങ്ങൾ സപ്ലൈ ചെയ്യണം. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപകാരപ്പെടും. ഒരു വസ്തുവിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എസും മാസ് എം കിലോഗ്രാമും ആണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി, അത് എത്രയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. അപ്പൊ ഡെൽറ്റ ടി ആയിട്ട് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത്രയും ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യണം. അങ്ങനെ 2 ഇക്വേഷൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ SI യൂണിറ്റ് കിട്ടുക ജൂൾ പെർ കിലോഗ്രാം റേസ് ടു -1 Kelvin raised to -1, which means joules per kilogram Kelvin. അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ്. അഗെയിൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ക്ലിയർ? അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഒരു ഹീറ്റ് കപ്പാസിറ്റി കൂടി ഉണ്ട്. അതിനെ നമ്മൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കും. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി.
So which can be indicated as molar specific heat capacity. പല ബുക്കിലും പല ടെർമിനോളജീസ് ആണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കുക. നമുക്കിവിടെ അതിനെ സി എന്ന സിമ്പൽ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. സി ഒന്നുമില്ല, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ നിങ്ങൾ മാസ് 1 കിലോഗ്രാം ആയിട്ടാണ് പറയുന്നതെങ്കിൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ മാസ് 1 മോള് ആയിട്ടാണ് എടുക്കുക. 1 മോൾ സബ്സ്റ്റൻസ്, മറ്റടുത്ത് 1 കിലോഗ്രാം സബ്സ്റ്റൻസ് ആയിരുന്നു, ഇവിടെ 1 മോൾ സബ്സ്റ്റൻസ്. അപ്പോൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി ഇസ് ഈക്വൽ ടു 1/mu delta Q by delta T. That is the difference. നേരത്തെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അല്ല, ഡെൽറ്റ ക്യൂ ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി ആയിരുന്നു. ഇവിടെ മ്യൂ ഇൻറ്റു ഡെൽറ്റ ടി ആണ്. വേർ മ്യൂ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇൻ മോൾസ്. നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്സ്റ്റൻസിന്റെ മോളിലുള്ള എമൗണ്ട് ആണ് മ്യൂ. അപ്പൊ സപ്പോസ് ഇവിടെ മ്യൂ ഇസ് ഈക്വൽ ടു 1 മോൾ and delta T is equal to 1 Kelvin, then you can say molar specific heat capacity C is equal to delta Q. ഇതിന്റെ അർത്ഥം എന്താ? 1 മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കെൽവിൻ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ കൊടുക്കേണ്ട ഹീറ്റ് അതിന്റെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. സോ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ ഹീറ്റ് എനർജി റിക്വയർഡ് ടു raise its temperature through raise the temperature of 1 mole of substance through 1 Kelvin. 1 Kelvin ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാക്കാൻ 1 മോൾ സബ്സ്റ്റൻസിന് എത്ര ഹീറ്റ് എനർജി വേണമോ അതിന്റെ വാല്യൂവിനെയാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ അതും അറിഞ്ഞിരിക്കുക കേട്ടോ. നമുക്കറിയാം മോൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇൻ മോൾ എന്ന് പറയുന്നത് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. ഇത് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ദ മെറ്റീരിയൽ, അതാണ് മ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇത് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്, ഇത് മോളിക്കുലാർ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. സോ സി ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ എം into delta T, that is C is equal to M into delta Q by M delta T. ഈ ഡെൽറ്റ ക്യൂ ബൈ എം ഡെൽറ്റ ടി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. അപ്പൊ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എസ് എന്ന് എഴുതാം. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്. അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ 3 ഹീറ്റ് കപ്പാസിറ്റികൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായി. ഇതാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ. ഈ ഗ്യാസസിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസസിന് നിങ്ങൾ ഹീറ്റ് എനർജി കൊടുത്ത് ടെമ്പറേച്ചർ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഗ്യാസ് 2 തരത്തിലാണ് ആ ഹീറ്റ് എനർജി സ്വീകരിക്കപ്പെടുക. ഗ്യാസിന് മാത്രമാണ് ഈ പ്രോബ്ലം കേട്ടോ. അപ്പൊ ഞാൻ നോക്കുക, ഞാൻ 1 മോള് ഗ്യാസ് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. 1 മോള് ഗ്യാസ്, ഇവിടെയും 1 മോള് ഗ്യാസ് ഒരു പാത്രത്തിൽ എടുത്തിരിക്കുന്നു. ഈ ഗ്യാസിന്റെ ടെമ്പറേച്ചർ, ഇനീഷ്യൽ ടെമ്പറേച്ചർ T ആയിരുന്നു എന്ന് വിചാരിക്കുക. ഞാൻ അതിലേക്ക് ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുന്നു, ഡെൽറ്റ ക്യൂ. അപ്പൊ ഡെൽറ്റ ക്യൂ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ടെമ്പറേച്ചർ ടിയിൽ നിന്ന് T പ്ലസ് ഡെൽറ്റ ടി ആയിട്ട് ഉയരും. അതായത് ഡെൽറ്റ ടി ടെമ്പറേച്ചർ കൂടി എന്ന് വിചാരിക്കും. ടെമ്പറേച്ചർ കൂടി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി കൂടി എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടി നിങ്ങൾ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്തു. പക്ഷെ ഗ്യാസ് ആയതുകൊണ്ട് ഈ ഹീറ്റ് എനർജി കിട്ടുന്നതിനോടൊപ്പം തന്നെ ഗ്യാസിന്റെ ഉള്ളില് ഒന്നുകിൽ ഗ്യാസിന്റെ വോള്യൂം ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ പ്രഷർ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ വോള്യൂവും പ്രഷറും ഒരുമിച്ച് ചേഞ്ച് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് 2 തരത്തില് ഗ്യാസിന്റെ ടെമ്പറേച്ചറിന് ഉയർത്താം. ഒന്ന്, വോള്യത്തെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ടെമ്പറേച്ചർ ഉയർത്തുക, അതായത് ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. 2, പ്രഷർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ടെമ്പറേച്ചർ ഉയർത്തുക. അപ്പൊ വോള്യം ചേഞ്ച് ചെയ്യും. അപ്പൊ 2 തരത്തിൽ ഗ്യാസിലേക്ക് ഹീറ്റ് എനർജി, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ ഹീറ്റ് എനർജി കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് ഗ്യാസസിന് മാത്രം മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 2 ടൈപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഗ്യാസസ് വിൽ ഹാവ് 2 types of molar specific heat capacity. First one, molar specific heat capacity at constant volume.
രണ്ടാമത്തെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് pressure. These are the two types of molar specific heat capacities for gases. ആദ്യത്തേതിനെ സി വി എന്നും രണ്ടാമത്തേതിനെ സി പി എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇത് രണ്ടും 1 മോൾ ഗ്യാസിനാണ് കേട്ടോ. ഫോർ 1 മോൾ ഗ്യാസ്. അപ്പൊ മ്യൂവിന്റെ സ്ഥാനത്ത് 1 വരും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സി പി ആൻഡ് സി വി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഫോർ കോൺസ്റ്റന്റ് വോളിയം ആൻഡ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. പക്ഷെ ഇവിടെ ഒരു ചോദ്യം എന്താ വെച്ചാൽ ഗ്യാസസിന്റെ സി പിയിലും സി വിയിലും സി പി ആണോ സി വി ആണോ വലുത്? സി പി ഓർ സി വി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിയാണ്. അപ്പൊ സി പി ആണോ സി വി ആണോ വലുത്? നമുക്ക് നോക്കി നോക്കാം. സി ഇവിടെ ഞാൻ സി വി ആണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നത് 10 ജൂൾ ഹീറ്റ് എനർജി ആണ് എന്ന് വിചാരിക്കുക. 10 ജൂൾ ഹീറ്റ് എനർജി. അപ്പൊ ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത് കൊണ്ട് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിയിലെ ഒരു ഹീറ്റ് പോലും ഗ്യാസ് അതിന്റെ വർക്കായിട്ട് ഉപയോഗിക്കുന്നില്ല. കംപ്ലീറ്റ് ഹീറ്റ് എനർജിയും ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 10 ജൂൾ കൊടുക്കുമ്പോൾ ആ 10 ജൂൾ മുഴുവൻ ഗ്യാസിന് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ കിട്ടുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് ടെമ്പറേച്ചർ ചേഞ്ച് ഒരു 10 കെൽവിൻ ആയി എന്ന് വിചാരിക്കും. ഓക്കെ. എന്നാൽ അതേസമയം സി പി പ്രഷർ കോൺസ്റ്റന്റ്. അപ്പൊ നിങ്ങൾ ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ വോളിയം ചേഞ്ച് ചെയ്യും. അതായത് നിങ്ങൾ 10 ജൂൾ ഹീറ്റ് കൊടുത്താൽ ഈ 10 ജൂൾ ഹീറ്റിലെ ഒരു 4 ജൂൾ ഉപയോഗിച്ച് അവൻ വോളിയം എക്സ്പാൻഡ് ചെയ്യും. ബാക്കി 6 ജൂളാണ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പൊ ഒരിക്കലും ഇവിടെ 10 ജൂൾ കൊടുത്തപ്പോൾ 10 കെൽവിൻ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായെങ്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി നിർത്തി നിങ്ങൾ 10 ജൂൾ കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് വെറും 6 കെൽവിൻ ഉണ്ടാവുന്നുള്ളൂ. കാരണം എന്താ? ബാക്കി ഇതിന്റെ എനർജി മൊത്തം വോളിയം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ ഒരേ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവാൻ ഇവിടെ 10 ഇവിടെ 6 ഉണ്ടായുള്ളൂ. അപ്പൊ ഇവിടെയും 10 ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ഹീറ്റ് കൂടുതലായിരിക്കണം. 10നേക്കാൾ കൂടുതൽ കൊടുക്കണം. മനസ്സിലായോ? ഇതേ ടെമ്പറേച്ചർ ചേഞ്ച് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയില്ല. കാരണം ഇവിടെ കൊടുത്ത അതേ ഹീറ്റ് ഇവിടെ കൊടുത്തപ്പോൾ ആ ഹീറ്റിന്റെ ഒരു ഭാഗം വോളിയം എക്സ്പാൻഡ് ചെയ്യാൻ യൂസ് ചെയ്തു. അപ്പൊ ഇതേ ടെമ്പറേച്ചർ ചേഞ്ച് ഇവിടെ കിട്ടണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റിന്റെ അളവ് കുറച്ചുകൂടെ കൂടുതലായിരിക്കണം. അതായത് സി പിയുടെ വാല്യൂ ആണ് സി വിയുടെ വാല്യൂവിനേക്കാളും വലുത്. കോൺസ്റ്റന്റ് പ്രഷറിൽ നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി കോൺസ്റ്റന്റ് വോള്യത്തിൽ കൊടുക്കുന്ന ഹീറ്റ് എനർജിയേക്കാൾ കൂടുതലായിരിക്കണം ഫോർ ദ സെയിം എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച്. രണ്ടിലും ഒരേ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ കൊടുക്കുന്ന ഹീറ്റിന്റെ അളവ് കോൺസ്റ്റന്റ് വോള്യത്തിൽ കൊടുക്കുന്ന ഹീറ്റിനേക്കാളും കൂടുതലായിരിക്കും. Therefore, specific heat for gases at constant pressure is greater than constant volume. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സി പി ആണോ സി വി ആണോ വലുത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. നോ, നമുക്ക് ഐഡിയൽ ഗ്യാസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. വാട്ട് യു മീൻ ബൈ ഐഡിയൽ ഗ്യാസ് എന്നുള്ളത് കെമിസ്ട്രിയിൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം. അത് നിങ്ങൾക്ക് ഇവിടെ അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, പക്ഷെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എ ഗ്യാസ് വിച്ച് ഫുൾഫിൽസ് ദ ഫ്ലോവിംഗ് കണ്ടീഷൻസ് ഇസ് നോൺ ആസ് എ പെർഫെക്റ്റ് ഗ്യാസ് ഓർ ഐഡിയൽ ഗ്യാസ്. ഒരു ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആവാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. Molecules of gas are point masses. The intermolecular force among the molecules of the gas is 0. The gas obeys gas laws. പോയിന്റ് മാസുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കണം, മോളിക്യൂൾസ് ആയിരിക്കണം ഗ്യാസിൽ ഉണ്ടാവേണ്ടത്. എന്ന് വെച്ചാൽ ഗ്യാസിലെ മോളിക്യൂളുകൾ തമ്മിലുള്ള അകലം അവയുടെ സൈസിനെ അപേക്ഷിച്ച് വളരെ വലുതായിരിക്കണം. അപ്പൊ പോയിന്റ് മാസുള്ള ഗ്യാസ് മോളിക്യൂൾസേ ഗ്യാസിൽ ഉണ്ടാവാൻ പാടൂ. ഗ്യാസ് മോളിക്യൂൾസിന്റെ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ അവർക്കിടയിലുള്ള അകലം വളരെ വലുതായിരിക്കും. പിന്നെ ഓരോ ഗ്യാസ് മോളിക്യൂൾസും തമ്മിലുള്ള ഇന്റർ മോളിക്യുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ 0ക്ക് അടുത്തായിരിക്കും. ഈ ഗ്യാസിൽ ഒബേ ചെയ്യണം. അതാണ് പെർഫെക്റ്റ് ഗ്യാസിന്റെ കണ്ടീഷൻസ്.
സാധാരണ കേസസിൽ നമ്മൾ കാണുന്ന എല്ലാ ഗ്യാസസും, റിയൽ ലൈഫിൽ കാണുന്ന ഗ്യാസസ് എല്ലാം തന്നെ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എല്ലാ ഗ്യാസിനും കുറച്ച് വലുതാണ്. അതായത് എല്ലാ ഗ്യാസും പൊട്ടൻഷ്യൽ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ റിയൽ ഗ്യാസിലൊന്നും ഐഡിയൽ ഗ്യാസ് അല്ല, പക്ഷെ നമുക്ക് ഐഡിയൽ ഗ്യാസ് ആക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. അപ്പോൾ എന്താണ് ഐഡിയൽ ഗ്യാസിലെ ഗ്യാസ് ഇക്വേഷൻസ്? ചാൾസ് ലോയും ബോയിൽസിലോ ഒക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ആ ഗ്യാസ് ഇക്വേഷൻസ് കൂട്ടിച്ചേർത്ത് എഴുതുന്നതിനെയാണ് യു ആർ നോൺ ആസ് PV is equal to mu RT. നോർമലി എന്നാണ് യൂസ് ചെയ്യുക? ഞാൻ ഫിസിക്സിൽ മ്യൂ എന്ന സിമ്പിളാണ് ഉപയോഗിക്കുന്നത് നമ്പർ ഓഫ് മോൾസിന്. അപ്പോൾ പ്രഷർ, ഒരു ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ ഇൻറ്റു വോള്യം ഇസ് ഈക്വൽ ടു mu RT. ഓരോ ടൈമും നിങ്ങൾക്ക് അറിയാം, P എന്ന് പറയുന്നത് ഗ്യാസിന്റെ പ്രഷർ, V ഗ്യാസിന്റെ വോള്യം, mu നമ്പർ ഓഫ് മോൾസ്, amount of substance of the gas in number of moles. Mu is the number of moles present in the gas. അപ്പോൾ mu 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ PV is equal to RT എന്ന് കിട്ടും. Then R is the universal gas constant, T is the temperature, absolute temperature in Kelvin. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ 8.314 ജൂൾ മോൾ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1 ആണെന്ന് അറിയാം. സോ ഇതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇനി ഇതിൽ മേയേഴ്സ് റിലേഷൻ എന്ന് പറയുന്ന ഒരു ഫോർമുല കൂടി ഉണ്ട്. അതെങ്ങനെ വരിക എന്നൊന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വിച്ച് ഈസ് നോൺ ആസ് മേയേഴ്സ് റിലേഷൻ. മേയേഴ്സ് റിലേഷൻ എങ്ങനെയാണ് മേയേഴ്സ് റിലേഷൻ ചെയ്യുക? മേയേഴ്സ് റിലേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നിയമമാണ്. ആ നിയമമാണ് ഞാൻ ഇവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. വിച്ച് ഈസ് ഫോർ 1 mole ഓഫ് ഗ്യാസ് ആണെന്ന് വിചാരിക്കുക. ഫോർ 1 mole ഓഫ് ഗ്യാസ്, ഒരു 1 mole ഓഫ് ഗ്യാസിന്റെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണെന്ന് വിചാരിക്കും. വിച്ച് മീൻസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഡെൽറ്റ ക്യൂ ഹീറ്റ് സപ്ലൈഡ്, ഇന്റേണൽ എനർജി ചേഞ്ച് ഇൻ വോള്യൂം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ക്ലിയർ? ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ ഞാൻ എല്ലാത്തിനെയും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഐ ക്യാൻ ഹാവ് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി പ്ലസ് പി ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ. സോ ഇഫ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇഫ് വോള്യൂം ഈസ് കോൺസ്റ്റന്റ് എന്ന് വിചാരിക്കൂ. ഇഫ് വോള്യൂം ഈസ് എ കോൺസ്റ്റന്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എങ്ങനെ മാറ്റി എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം പ്ലസ് പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം. അപ്പൊ കോൺസ്റ്റന്റ് വോള്യത്തിലാണ് നിങ്ങൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എഴുതുന്നതെങ്കിൽ ചേഞ്ച് ഇൻ വോള്യൂം 0 ആയിരിക്കും. വോള്യൂം കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോള്യൂം 0 അല്ലേ? ദർഫോർ പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന ടൈം മൊത്തത്തിൽ 0 ആയിട്ട് മാറിയാൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം ഫോർ 1 mole ഓഫ് ഗ്യാസ് സി വി ആണ്. അത് നമ്മൾ തൊട്ട് മുൻപ് പഠിച്ചു. ദർഫോർ യു ക്യാൻ സേ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് വി ഈസ് സി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി പ്രഷർ ആണ് കോൺസ്റ്റന്റ്. ഇഫ് പ്രഷർ ഈസ് കോൺസ്റ്റന്റ്, ഈ ഇക്വേഷനിൽ ഞാൻ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി നിർത്തി എഴുതുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പ്ലസ് പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കണ്ടോ? സോ ഇവിടെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നതാണ് സി പി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ. So this term can be written as CV അല്ല CP. ഇതിനെ നമുക്കൊന്ന് തിരിച്ച് എഴുതാം. For 1 mole of gas, ideal gas equation PV is equal to RT ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ സപ്പോസ് ഐ എം റൈറ്റിംഗ് P കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കും. Therefore P into delta V can be written as R into delta T. പ്രഷർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ടെമ്പറേച്ചർ നിങ്ങൾ ചേഞ്ച് ചെയ്താൽ വോളിയം ചേഞ്ച് ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് യു ക്യാൻ റൈറ്റ് പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. പ്രഷർ കോൺസ്റ്റന്റ് ആക്കി നിർത്തി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എടുക്കുമ്പോൾ ആർ ആണ് കിട്ടുക. അപ്പൊ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ആ ഇക്വേഷൻ എന്താവും എന്നൊന്ന് ശ്രദ്ധിക്കാം. Therefore this equation will be Cp is equal to delta U by delta T at constant pressure plus capital R.
അത് ഇക്വേഷൻ നമ്പർ 3 ആണ് എന്ന് വിചാരിക്കും. ഇക്വേഷൻ നമ്പർ 3. അപ്പൊ ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 2 ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ഈ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു സി പി എന്നും ആൻഡ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് വി ഇസ് ഈക്വൽ ടു സി വി എന്നും കിട്ടും. ഇവിടെ ഈ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, രണ്ടിലും ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി ചേഞ്ച് ടെമ്പറേച്ചർ ചേഞ്ചിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ, പ്രഷറിനെയും വോളിയത്തെയും ഡിപ്പെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാലും ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാലും രണ്ടും ഈക്വൽ ആണ്. ഇന്റേണൽ എനർജി ചേഞ്ച് depends only on the temperature change and do not depend on P and V. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ് കേട്ടോ. These two are same. Therefore you can write Cp is equal to Cv plus R. That is Cp minus Cv is equal to R. And this relation is known as Mayer's relation. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പറയാം Cp minus Cv R ആണ്. R ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. 8.314 ജൂൾ മോൾ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. അതാണ് ആറിന്റെ വാല്യൂ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അത് പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ Cp is greater than Cv and this relation is known as Mayer's relation. ക്ലിയർ ആയല്ലോ? സോ ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോസിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതോടുകൂടി നിങ്ങളുടെ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിന്റെ ഇൻട്രോഡക്ടറി പോർഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതിൽ നിന്ന് നടക്കുന്ന വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്താണ്, പ്രധാനമായിട്ട് 5 പ്രോസസ്സ് ഉണ്ട്. ഈ 5 പ്രോസസ്സിന്റെയും ഡെറിവേഷൻസ് ആണ് ഇനി കമ്മിങ് ക്ലാസ്സസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഇവിടെ വരെ നോക്കുക, നന്നായി മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു. ബാക്കി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.